സ്ത്രീകൾക്ക് ഏത് വസ്ത്രവും ധരിക്കാം, പക്ഷേ ആ വസ്ത്രധാരണത്തിന് ഒരു മാന്യതയും മിതത്വവും വേണം. തീർച്ചയായിട്ടും അതല്ലേ അന്തസ്. നമ്മൾ വസ്ത്രം ധരിക്കുന്നത് എന്തിനാണ്? മറയ്ക്കേണ്ട കാര്യങ്ങൾ മറയ്ക്കാനാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷർട്ട് വഴി സംസാരിക്കും. ഇന്ന് എന്താടാ നമുക്ക് ഷർട്ട് വഴി സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നെ അകത്താക്കാൻ നിങ്ങളുടെ ചാനലിന്റെ കമന്റ് അടക്കം എല്ലാ മാധ്യമങ്ങളുടെയും കമന്റിലടക്കം നിങ്ങൾ നോക്കിയാൽ 99% ആൾക്കാരും രാഹുൽ ഈശ്വറിനെയാണ് പിന്തുണയ്ക്കുന്നത്, ഹണി റോസിനെ അല്ല. തീർച്ചയായിട്ടും ഞാൻ രാഹുൽ ഈശ്വറിന്റെ വാക്കിനെ പിന്തുണയ്ക്കുന്നു. രാഹുൽ ഈശ്വർ പറഞ്ഞ കറക്റ്റ്. ഞാൻ ഹണി റോസിനുണ്ടായ വിഷമത്തിനെ മനസ്സിലാക്കുന്നു. ബോച്ചെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഞാൻ ശരിക്കൊരു കാര്യം പറയട്ടെ, ഇതിനൊക്കെ കാരണക്കാരായിട്ടുള്ള മീഡിയ, അവരല്ലേ ഇതിനെല്ലാം കാരണം. ബോച്ചയെ വിളിച്ചിരുത്തി ചോദ്യം ചോദിച്ച മീഡിയ, അതുപോലെ തന്നെ ഈ ഹണി റോസ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ വിളിച്ചിരുത്തി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യിപ്പിച്ച് ഈ രാഹുൽ ഈശ്വറിനെ വിളിച്ചിരുത്തി ചർച്ച ചെയ്ത മീഡിയക്കെതിരെ എന്തുകൊണ്ടാണ് ഹണി റോസ് കേസ് ഫയൽ ചെയ്യാത്തത്? ആരും അറിയാതിരുന്ന ഇതാരും അറിയുന്നില്ല. ഒരുത്തനെ വിളിച്ചിരുത്തി വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിച്ച് അവന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കിയ മീഡിയക്കെതിരെ കേസ് ഫയൽ ചെയ്യണം. എന്നെയാണ് മാവേലിക്കര ജയിലിൽ ഇടാവുള്ളത്. TV കണ്ട് ഞാൻ അവിടെ കാണും കിടന്നു. നമ്മുടെ ജയിലിൽ